2013 സെപ്റ്റംബർ മാസം 21 സ്പെയിനിലെ സാന്റിയാഗോയിൽ സമയം രാത്രി 9 മണിയോടടുക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു വീടിന് മുൻപിൽ ഒരു പ്രീമിയം കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ 49 വയസ്സുള്ള ഒർട്ടേഗ വീടിന്റെ വാതിലിനടുത്ത് ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. പക്ഷേ ഒരുപാട് സമയമായിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് വാതിൽ പിടിയിൽ കൈവച്ച് തുറന്നു നോക്കുന്നു. വാതിൽ തുറന്നു. ഇതെന്താ, വാതിൽ പൂട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ഒരല്പം സംശയത്തോടു കൂടി അസുന്ത എന്ന മകളുടെ പേരും വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്നു. അടുത്ത കുറച്ച് മിനിറ്റിൽ തന്നെ മകൾ അകത്തെവിടെയും ഇല്ല എന്ന് മനസ്സിലാക്കി അവൾ ഞെട്ടുന്നു. പിന്നീട് അയൽക്കാരോടും അസുന്തയുടെ സുഹൃത്തുക്കളോടും അവൾ അവിടെ വന്നോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടെ വന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ അവൾ അസുന്തയുടെ 53 വയസ്സുള്ള അച്ഛൻ അൽഫോൻസെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് വല്ലാത്ത പരിഭ്രാന്തിയോടുകൂടി അച്ഛനും വീട്ടിലേക്ക് വരുന്നു. രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അസുന്തയെ കാണാനില്ല എന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത പോലീസ് അവളെ തിരയാൻ തുടങ്ങി. അങ്ങനെ തിരയാൻ തുടങ്ങിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്കൊരു ഫോൺ കോൾ ലഭിച്ചു. ആ ഫോൺ വിളിച്ചത് ആരാണ്, പറഞ്ഞത് എന്താണ്, അന്ന് കാണാതായ അസുന്തയ്ക്ക് എന്ത് സംഭവിച്ചു? ചില മാസങ്ങൾക്ക് മുൻപ് നെറ്റ്ഫ്ലിക്സിൽ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു സീരീസ് റിലീസായിരുന്നു. അങ്ങനെ ലോകം മുഴുവനും വളരെ കോളിളക്കം സൃഷ്ടിച്ച വളരെ വിയേഡായ വിചിത്രമായ ഒരു കേസ്, 13 വയസ്സുള്ള അസുന്ത കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സ്പെയിനിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന അൽഫോൻസയും അതേ സ്പെയിനിൽ ലോയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒർട്ടേഗയും പ്രണയിച്ച് 1996 വിവാഹിതരായി. ഒർട്ടേഗ ഒരു ധനികയായ സ്ത്രീ ആയതിനാൽ അവളുടെ മാതാപിതാക്കൾ സമ്മാനിച്ച ഒരു വലിയ വീട്ടിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി താമസിക്കാൻ തുടങ്ങി. അവർക്ക് ഒരുപാട് പണമുണ്ടെങ്കിൽ പോലും ഒർട്ടേഗയ്ക്ക് വന്നൊരു രോഗം കാരണം അവളെ കൊണ്ട് ഗർഭിണിയാകാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനാൽ അൽഫോൻസയും ഒർട്ടേഗയും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ സ്പെയിനിൽ കുട്ടികളെ ദത്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായതുകൊണ്ട് അവർ ചൈനയിലെ ഒരു ശിശു ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ചെന്ന് 2001 ജൂലൈ മാസത്തിൽ ഫാൻ യോങ് എന്ന 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. അതിനുശേഷം അവർ അവൾക്ക് അസുന്ത ബാസ്റ്റർ എന്ന പേര് കൊടുത്തു. അവൾക്ക് ആവശ്യമായ എല്ലാം അവൾ ചെയ്തു കൊടുത്തു. നല്ലൊരു സ്കൂളിലും അവളെ ചേർത്തു. സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ അവളെ വളർത്താൻ തുടങ്ങി. അതുപോലെ തന്നെ അസുന്തയും അവളുടെ പഠനത്തിൽ മാത്രമല്ല, മ്യൂസിക്, ഡാൻസ് ക്ലാസ് എല്ലാ മേഖലകളിലും അവളുടെ കഴിവ് തെളിയിച്ചു. കൂടാതെ അസുന്തയ്ക്ക് അവളുടെ അമ്മയുടെ അച്ഛനെയും അമ്മയെയും ഇഷ്ടമായിരുന്നു. കാരണം മക്കളില്ലാത്ത തൻ്റെ മകൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു അവർ അസുന്തയെ കണ്ടത്. അതുകൊണ്ട് ആ മുത്തശ്ശിയും മുത്തച്ഛനും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സ്നേഹിച്ച മുത്തശ്ശിയും മുത്തച്ഛനും 2011-12 ഈ 2 വർഷങ്ങളിലുമായി മരിക്കുന്നു. ഇതുമൂലം അസുന്ത വളരെ ദുഃഖിതയായിരുന്നു. അതേസമയം തന്നെ അവൾക്ക് മറ്റൊരു ദുഃഖം ലഭിച്ചു. അതായത് അസുന്തയുടെ അമ്മയുടെ ലാപ്ടോപ്പിലൂടെ ഏതോ ഒരു പുരുഷനുമായി അവരുടെ അമ്മയ്ക്ക് തെറ്റായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അച്ഛന് മനസ്സിലായി. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇടയിൽ പ്രശ്നമുണ്ടാവുകയും അവസാനം അവർ വേർപിരിയുന്നു. എന്നാൽ ഇതിൽ അസുന്തയ്ക്കുണ്ടായിരുന്ന ഒരു ആശ്വാസകരമായ കാര്യം, ഈ വിവാഹമോചനത്തിന് ശേഷം പോലും ഈ അച്ഛനും അമ്മയും താമസിച്ച വീടുകൾക്കിടയിൽ ഒരല്പം ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അമ്മയുടെ സംരക്ഷണത്തിലാണ് അസുന്ത വളർന്നു വരുന്നത് എങ്കിൽ കൂടിയും അച്ഛന്റെ വീട്ടിലും അവൾ ഇടയ്ക്കിടെ പോയി വരുമായിരുന്നു. അദ്ദേഹവുമായി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് അസുന്തയുടെ അമ്മയ്ക്ക് ആരോഗ്യനില ചെറുതായി ഒന്ന് മോശമായി. ആശുപത്രിയിൽ അവർ അഡ്മിറ്റായി. ഈ സമയത്ത് അമ്മയെ നോക്കാൻ ആരുമില്ല. അച്ഛൻ അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയെ നോക്കണമെന്ന് അസുന്ത അച്ഛനോട് ആവശ്യപ്പെട്ടു. അച്ഛനും അത് സമ്മതിച്ചു. അതുകൊണ്ട് ഇടയ്ക്കിടെ അൽഫോൻസ ആശുപത്രിയിലേക്ക് വന്നവളെ നോക്കുമായിരുന്നു. എന്നാൽ ഒർട്ടേഗയ്ക്ക് ഇതിന് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു വ്യക്തി അവളെ ആശുപത്രിയിൽ നോക്കാനും വന്നില്ല, അവളെ ശ്രദ്ധിച്ചതുമില്ല. ഇതിലൂടെ ഒർട്ടേഗയ്ക്ക് താൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അവളുടെ മനസ്സ് പതിയെ പതിയെ മാറാൻ തുടങ്ങി. കൂടാതെ അവൾ അൽഫോൻസയോട് ക്ഷമയും ചോദിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. ക്ഷമ അംഗീകരിച്ച് അദ്ദേഹവും ഒർട്ടേഗയോട് പഴയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട അസുന്ത വളരെ സന്തോഷവതിയായി. ഇനി തൻ്റെ ജീവിതം മുൻപത്തെ പോലെ തന്നെ സാധാരണ രീതിയിലാകും എന്നവൾ കരുതി. എന്നാൽ അവളുടെ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഇങ്ങനെ എല്ലാം ശരിയായി പോകുമ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി.
പെട്ടെന്ന് അവളെ കാണാതായി. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്ത് അടുത്ത ചില മിനിറ്റിൽ തന്നെ സാന്റിയാഗോയ്ക്കടുത്തുള്ള ഒരു മലയോര പ്രദേശത്ത് കാർ വഴി പോയിക്കൊണ്ടിരുന്ന ഒരു യങ് കപ്പിൾസ് അവിടെ റോഡിനരികിലായി ചെടികൾക്കിടയിൽ ആരോ ഒരാൾ കിടക്കുന്നത് പോലെ ശ്രദ്ധിച്ചു. അവർ കാർ നിർത്തി അതിനടുത്തേക്ക് ചെന്ന് അതെന്താണെന്ന് നോക്കി. അപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരു പെൺകുട്ടിയെ കയറിൽ കെട്ടിയിട്ടിട്ടുണ്ട്. മൂക്കിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇക്കാര്യം എമർജൻസി നമ്പറിലേക്ക് വിളിച്ചറിയിച്ചു. എമർജൻസി കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്കും വിവരം പോകുന്നു. ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ ഒരു ഫോൺ കോൾ ആയിരുന്നു ആമുഖത്തിൽ പോലീസുകാർക്ക് ലഭിച്ചത്. അവിടെ ചെന്ന് നോക്കിയ പോലീസുകാർക്ക് അത് അസുന്ദയാണെന്ന് മനസ്സിലായി. ഇക്കാര്യം അറിഞ്ഞ് അവിടെ വന്ന അസുന്ദയുടെ പാരന്റ്സ് ഹൃദയം തകർന്ന് കരയാൻ തുടങ്ങി. കൂടാതെ ഇക്കാര്യം മാധ്യമങ്ങളിൽ വളരെ സെൻസേഷനായി മാറാൻ തുടങ്ങി. അസുന്ദയെ ചൈനയിൽ നിന്നും ദത്തെടുത്തത് കൊണ്ട് തന്നെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം കുറ്റവാളിയെ വേഗത്തിൽ കണ്ടെത്തണമെന്ന് സ്പെയിൻ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി. അതിനാൽ പോലീസ് ഈ ഒരു കേസ് വളരെ ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം അവർ അവരുടെ അമ്മയോട് ചോദിച്ചു. അവൾ പറഞ്ഞത്, കാണാതായ അന്നത്തെ ദിവസം അസുന്ദ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരമാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ആ സമയം നീ വീട്ടിൽ ഹോംവർക്ക് ചെയ്തിട്ടിരിക്കുക, എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്, കതക് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു 7 മണിയോടുകൂടി ഞാൻ തൊട്ടടുത്ത സിറ്റിയിലുള്ള എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് കാർ എടുത്തു കൊണ്ടുപോയി. പിന്നീട് എൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് രാത്രി ഒരു 9:30 തിരികെ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ അസുന്ദ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഇതിന് അസുന്ദയുടെ അമ്മ, എനിക്കൊരാളെ സംശയമുണ്ട്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യവും അവൾ വിശദീകരിക്കാൻ തുടങ്ങി. അസുന്ദ മരിക്കുന്നതിന് ഒരു 3 മാസത്തിന് മുൻപ്, അതായത് 2013 ജൂൺ മാസം 4-ാം തീയതി, സമയം ഏകദേശം അതിരാവിലെ 2:30, ഞാൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയം എന്തോ ഒരു പിറുപിറുക്കൽ ശബ്ദം കേട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ ഉണർന്ന് ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് പരിശോധിച്ചു. അത് അസുന്ദയുടെ മുറിയിൽ നിന്നുമാണ് വരുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ അസുന്ദ ആ ഇരുണ്ട മുറിയിൽ ഒരു കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. അവൾക്ക് മുകളിൽ ഒരു വ്യക്തി കയറിയിരുന്ന് അവളുടെ കഴുത്ത് ഞെരിക്കുന്നതും ഞാൻ കണ്ടു. ആ വേദന കൊണ്ടാണ് അവൾ പിറുപിറുത്തത്. ആ ശബ്ദമാണ് എനിക്ക് കേട്ടത്. ഞാൻ ഉടൻ തന്നെ ഓടിച്ചെന്ന് ആ വ്യക്തിയെ തള്ളി താഴെയിട്ടു. പക്ഷേ താഴെ വീണ ആ വ്യക്തി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ സമയം ഞാൻ ആ വ്യക്തിയുടെ കൈ പിടിച്ചു വലിച്ചു. അപ്പോഴാണ് അതൊരു പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ അയാൾ എന്നെ തള്ളി വിട്ടിട്ട് വീട്ടിലുണ്ടായിരുന്ന മെയിൻ ഡോർ വഴി അയാൾ പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ മുൻവശത്തെ വാതിൽ പൂട്ടിയില്ല, താക്കോൽ വാതിലിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യവും മനസ്സിലായത്. പിന്നീട് അസുന്ദയെ ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അശ്രദ്ധ കാരണമാണ് അയാൾ അകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നും അവൾ പറഞ്ഞു. കൂടാതെ അന്ന് അയാളുടെ മുഖം എനിക്ക് കൃത്യമായി കാണാൻ സാധിച്ചില്ല. ഇനി ഒരു പക്ഷെ അയാളെ തിരിച്ചറിയാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല എന്ന് ഒട്ടേക പോലീസിനോട് പറഞ്ഞു. അടുത്ത പോലീസ് അസുന്ദയെ കാണാതായ അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്നറിയാനായി അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. പോലീസ് പരിശോധിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം മനസ്സിലായി. അതായത് അസുന്ദ കാണാതായ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 6:20 അസുന്ദയും അവളുടെ അമ്മയും അടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് കാറിൽ യാത്ര ചെയ്തിരുന്നു. പെട്രോൾ സ്റ്റേഷനിലെ CCTVയിലൂടെ അത് വ്യക്തമായിട്ടുണ്ട്. ഇത് കണ്ട പോലീസിന് എന്തെന്നില്ലാത്ത സംശയങ്ങൾ തോന്നി. കാരണം ഞാൻ അസുന്ദയെ വീട്ടിൽ ഹോംവർക്ക് ചെയ്യാനാക്കിയിട്ട് ഒറ്റയ്ക്കാണ് സിറ്റിയിലെ മറ്റൊരു വീട്ടിലേക്ക് പോയത് എന്ന് ഒട്ടേക ഇതിനകം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്നാൽ CCTVയിൽ കാണിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. അതിനാൽ പോലീസ് ഉടൻ തന്നെ അസുന്ദയുടെ അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകം അവർ പറഞ്ഞ ടൈം ലൈൻ ഒരല്പം മാറ്റി പറയാൻ തുടങ്ങി. അതായത് അന്ന് ആദ്യം അസുന്ദയെയും കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് പോയത്. എന്നാൽ അവിടെ പോയതിനു ശേഷമാണ് അവൾക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഞങ്ങൾ അവിടെ നിന്നും ഈ വീട്ടിലേക്ക് വന്നു. വീട്ടിലാക്കിയിട്ട് അവളുടെ ഡാൻസ് ക്ലാസ്സിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി തൊട്ടടുത്ത കടയിലേക്ക് പോയി. കടയിലെത്തിയപ്പോഴാണ് എൻ്റെ പേഴ്സ് എൻ്റെ ആ മറ്റേ വീട്ടിൽ മറന്നു വെച്ചു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതിനുശേഷം നേരെ എൻ്റെ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ പേഴ്സ് എടുത്ത് കടയിലേക്ക് പോകുന്നതിന് പകരം സാന്റിയാഗോയിലെ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ രാത്രി വീട്ടിൽ വരുമ്പോഴാണ് ആ മുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചത് എന്നും അവർ പറഞ്ഞു. പോരാത്തതിന് എനിക്കുള്ള ഈ രോഗം കാരണം എനിക്ക് ചില ഓർമ്മക്കുറവുകളുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ആദ്യം മാറ്റി പറഞ്ഞത് എന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട പോലീസിന് അസുന്ദയുടെ അമ്മ എന്തോ ഒന്ന് ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ള സംശയം വരാൻ തുടങ്ങി.
അതിനാൽ അവൾ പറഞ്ഞത് സത്യമാണോ എന്ന് സ്ഥിരീകരിക്കാനായി സാന്റിയാഗോയിലുള്ള 30-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷെ അവൾ പറഞ്ഞതുപോലെ അവൾ ഏതൊരു കാറിലും പോയതിന്റെ സൂചന ലഭിച്ചില്ല. ഇക്കാരണത്താൽ അവർ അസുന്തയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് അന്ന് രാത്രി അവൾ പോയതായി പറഞ്ഞ ആ മറ്റൊരു വീട്ടിലേക്ക് അവളെയും കൊണ്ടുചെന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഒരു പക്ഷെ അതൊരു ക്രൈം സീൻ ആയിരിക്കാം എന്നതുകൊണ്ട് അസുന്തയുടെ അമ്മയോട് ഒന്നും തൊടണ്ട എന്നും പോലീസ് പറഞ്ഞു. പക്ഷെ അവൾ പെട്ടെന്ന് എനിക്ക് ബാത്റൂമിലേക്ക് പോകണം, ഞാൻ പോയി വരാം എന്ന് പറഞ്ഞു. ആദ്യം അതിന് ഓക്കെ പറഞ്ഞ പോലീസ് അവൾ ബാത്റൂമിന്റെ അടുത്തെത്താറായപ്പോൾ ദയവ് ചെയ്തൊന്ന് കാത്തിരിക്കാമോ എന്ന് പറഞ്ഞു. അതിനുശേഷം അവളെ പുറത്ത് നിർത്തിക്കൊണ്ട് ബാത്റൂമിനുള്ളിൽ കയറി പരിശോധിക്കാൻ തുടങ്ങി. അവിടെ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ ഇടുന്ന ബാസ്ക്കറ്റിൽ ഓറഞ്ച് നിറത്തിലുള്ള ഒരു കയറ് കിടക്കുന്നത് ശ്രദ്ധിച്ചു. അപ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലായത്. ഇത് അസുന്തയുടെ ഡെഡ് ബോഡിയിൽ കെട്ടിയിരുന്ന ആ കയറ് പോലെ തന്നെയുണ്ട്. ഇതിനെക്കുറിച്ച് പോലീസ് അസുന്തയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ ഈ റോപ്പ് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അവരുടെ വീടിനുള്ളിലുള്ള വസ്തു അവർ പോലും അറിയാതെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലീസിന് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് സെപ്റ്റംബർ മാസം 24-ാം തീയതി അസുന്തയെ കൊന്ന കുറ്റത്തിന് അവളുടെ അമ്മയെ പോലീസ് സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം മറ്റൊരു ട്വിസ്റ്റും അവിടെ സംഭവിച്ചു. അസുന്തയുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്തു. കാരണം അസുന്തയും അവളുടെ അമ്മ ഈ രണ്ടുപേരും തൊട്ടടുത്ത സിറ്റിയിലുള്ള അവരുടെ വീട്ടിലേക്ക് പോയി അടുത്ത 30 മിനിറ്റിനുള്ളിൽ തന്നെ അവളുടെ അച്ഛൻ ഒരു കോൾ ടാക്സിയിൽ അവിടെ വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം പോയ അടുത്ത 1 മണിക്കൂറിൽ തന്നെ അസുന്തയുടെ അമ്മയും അച്ഛനും മാത്രം തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. എന്നാൽ അസുന്ത ആ ദൃശ്യങ്ങളിൽ ഇല്ലായിരുന്നു. അതിനാൽ പോലീസ് അവളുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്തു. എങ്കിലും ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോഴും ഞങ്ങൾക്കും അസുന്തയുടെ കൊലപാതകത്തിനും യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സമയത്താണ് ഈ കേസിൽ മറ്റൊരു വലിയ വഴിത്തിരിവ് സംഭവിച്ചത്. അതായത് അസുന്തയുടെ ടീഷർട്ടിൽ ഹ്യൂമൻ സ്പെംസ് ഉള്ളത് ഫോറൻസിക് ടീം റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് ഇതിനകം തന്നെ അസുന്തയുടെ അച്ഛന്റെ ലാപ്ടോപ്പിൽ ഏഷ്യൻ ലേഡീസിന്റെ പോൺ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഉള്ളത് കണ്ടെത്തിയിരുന്നു. അസുന്തയും ഒരു ഏഷ്യൻ ഗേൾ ആയതിനാൽ ഇവർക്ക് ലഭിച്ച ഈ സ്പെർമിലെ DNA ആദ്യം അവളുടെ അച്ഛന്റെ DNA മാച്ച് ചെയ്ത് നോക്കി. എന്നാൽ അവർ അത് പ്രതീക്ഷിച്ചതിന്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരുന്നു നൽകിയത്. അത് തികച്ചും മാച്ച് ആയില്ല. എന്നാൽ അത് ആരുടേതെങ്കിലുമായി മാച്ച് ആകണമല്ലോ. അതുകൊണ്ട് DNA ഡാറ്റാബേസ് പരിശോധിച്ചപ്പോൾ കൊളംബിയയിലെ ഒരു യുവാവിന്റെ DNA അസുന്തയുടെ ടീഷർട്ടിൽ ലഭിച്ചിരുന്ന DNA പെർഫെക്റ്റായി മാച്ചായി. അടുത്ത പോലീസ് ഉടൻ തന്നെ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവൻ പറഞ്ഞത്, നിങ്ങൾ തെറ്റായ വ്യക്തിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രാത്രിയിൽ ഞാൻ സാന്റിയാഗോയിലെ ഇല്ലായിരുന്നു. വാസ്തവത്തിൽ ഇവിടെ നിന്നും 600 കിലോമീറ്റർ അകലെയുള്ള മാഡ്രിഡ് നഗരത്തിൽ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കൂടാതെ അന്നത്തെ രാത്രി ഞാൻ എൻ്റെ സഹോദരിയും കാമുകിയുമായി അത്താഴം കഴിച്ചുവെന്നും ആ ഫുഡ് വാങ്ങിയ റെസിപ്റ്റും പോലീസിനോട് കാണിച്ചു. അന്ന് അവർ എടുത്ത ഫോട്ടോസും കാണിച്ചു. പോലീസും അവൻ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെയും എങ്ങനെയാണ് അവന്റെ DNA അസുന്തയുടെ ടീഷർട്ടിൽ വന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അസുന്തയെ ഫോറൻസിക് ടീം പരിശോധിച്ച അതേ മുറിക്കുള്ളിൽ ഒരു യൂസ് ചെയ്ത കോണ്ടം ഉണ്ടായിരുന്നു. അതിലുള്ള DNA അവർ പരിശോധിച്ചപ്പോൾ അത് ഈ കൊളംബിയൻ യുവാവിൻ്റെതാണെന്നും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായി. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഈ കൊളംബിയൻ യുവാവിനെ ഈ ഒരു കേസിൽ അകപ്പെടുത്താൻ അവൻ പോലും അറിയാതെ ആരോ അവൻ ഉപയോഗിച്ച കോണ്ടം എടുത്തുകൊണ്ട് ഫോറൻസിക് ലാബിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു പോലീസിനൊരു സംശയം വന്നത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഈ കോണ്ടം കൊണ്ടുവന്ന് അവിടെ വച്ചത് ആരാണെന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. അസുന്തയുടെ അമ്മ ഒരു ലോയർ ആയതുകൊണ്ട് ഒരു പക്ഷെ ഇതെല്ലാം അവർ പദ്ധതിയിട്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പോലും പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോലീസ് ചിന്തിക്കുന്ന അതേ സമയത്താണ് അസുന്തയുടെ സ്കൂളിൽ നിന്നും ചില പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിക്കാൻ തുടങ്ങി. അതായത് അസുന്ത തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാളോട് ജൂൺ മാസം തന്നെ ആരോ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേട്ട ബെസ്റ്റ് ഫ്രണ്ട് അത് അവളുടെ അമ്മയോട് ചെന്ന് പറയുന്നു. ഈ അമ്മ ഒരു ദിവസം അസുന്തയുടെ അമ്മയെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് പോലീസിൽ നീ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് എന്തേ എന്ന് ചോദിച്ചു. ഇത് കേട്ട അസുന്തയുടെ അമ്മ അതെ, ഞാൻ ഇതിനകം കംപ്ലൈൻറ്റ് കൊടുത്തു എന്നും പറഞ്ഞു. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശരി തന്നെയല്ലേ, അസുന്തയുടെ അമ്മയും പോലീസിനോട് ഇത് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഏതോ ഒരാൾ കൊല്ലാൻ വന്നു എന്ന് പറഞ്ഞത് സത്യമാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. എന്നാൽ പോലീസ് ഇതിവിടെ മറ്റൊരു രീതിയിലായിരുന്നു ചിന്തിച്ചത്. അതായത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാതെ തന്നെ താൻ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നവർ കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ എവിഡൻസ് എല്ലാം വച്ച് നോക്കുമ്പോൾ അന്ന് രാത്രി അസുന്തയെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമായിരിക്കില്ല,
തീർച്ചയായും അസുന്തയുടെ അമ്മയായ ഒട്ടേഗ തന്നെയായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ പോലീസ് എത്തി. മാത്രമല്ല അസുന്തയുടെ അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായി അവളോട് അധികമൊന്നും സംസാരിക്കാറില്ല. ഇത് കാരണം അസുന്ത വളരെ ദുഃഖത്തിലായിരുന്നുവെന്നും അവളുടെ ക്ലാസ്മേറ്റ്സ് ചിലർ പോലീസിനോട് പറഞ്ഞു. ഇവയ്ക്കെല്ലാം അപ്പുറം അസുന്ത മരിക്കുന്നതിന് ചില ആഴ്ചകൾക്ക് മുൻപ് വരെയും അവൾ ക്ലാസ്സിൽ വന്നു കിടന്ന് നന്നായി ഉറങ്ങുമായിരുന്നു. ഇത് അധ്യാപകർ പോലീസിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ ക്ലാസ്സിൽ ഉറങ്ങുന്നത് എന്ന് ടീച്ചർ അവളോട് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് അലർജി വരാതിരിക്കാനായി ഒരു ബാഡ് സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു പൗഡർ എനിക്ക് കഴിക്കാൻ നൽകുന്നുണ്ട്. അത് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഉറക്കം വരുന്നത് എന്നും അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്. അസുന്തയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ലോറാസെബം എന്നൊരു പെയിൻ കില്ലർ ഗുളിക അളവിലധികം കഴിച്ചതുകൊണ്ടാണ് അസുന്തയ്ക്ക് ശ്വാസമുട്ടൽ ഉണ്ടാവുകയും അവൾ മരിക്കുകയും ചെയ്തുവെന്ന് ഡോക്ടേഴ്സ് റിപ്പോർട്ടിൽ പറഞ്ഞു. ഇക്കാര്യമായിരുന്നു പോലീസ് ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ ആ ഒരു ടാബ്ലറ്റ് അസുന്തയുടെ അമ്മയായിരുന്നു പെയിൻ കില്ലറായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അസുന്തയുടെ അമ്മ അവളെ തൊട്ടടുത്ത സിറ്റിയിലുള്ള മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ കഴിക്കുന്ന പെയിൻ കില്ലർ ടാബ്ലറ്റ്സ് ഒരുപാട് അവൾക്ക് കഴിക്കാനായി കൊടുത്തു. അവളെ കൊല്ലുകയും ചെയ്തു. ഇതിന് സഹായത്തിനായി ഭർത്താവിനെയും വിളിച്ചു. ഇങ്ങനൊരു തിയറിയിൽ പോലീസ് എത്തി. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസ് ഫയൽ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചു. കോടതി എല്ലാ തെളിവുകളും സ്വീകരിച്ചു. 2015 ഒക്ടോബർ മാസത്തിൽ കോടതി അസുന്തയുടെ മാതാപിതാക്കൾക്ക് 18 വർഷത്തെ തടവ് ശിക്ഷ നൽകി. ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാകും. എല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഇപ്പോഴും മനസ്സിലുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. ആ മർഡറിന്റെ ഉദ്ദേശം എന്താണ്? അവൾക്ക് മക്കളെ ഉണ്ടായിരുന്നില്ല. അത്രയേറെ ആഗ്രഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു വളർത്തിയ ഒരു കുട്ടി. ആ കുട്ടി എന്തിനവർ കൊല്ലണം? അങ്ങനെ അസുന്ത എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വരണം. അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന അതേ ചോദ്യം തന്നെയാണ് കോടതിയിൽ പ്രതിഭാഗം ചോദിച്ചതും. ഇതേ സംശയം തന്നെയാണ്. ഈ വീഡിയോയുടെ ആമുഖത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഈ ഒരു കേസ് വളരെ വിയേർഡായ, വളരെ വിചിത്രമായ, ഒരു വ്യത്യസ്തമായ കേസാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് കാരണം തന്നെ ഇതാണ്. ഈ കേസിന്റെ മോട്ടീവ് ഓഫ് മർഡർ ആണ്. കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം ഇതിനായിട്ടുള്ള ഒരു ഉത്തരം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അതിന് തെളിവായി അസുന്തയുടെ അമ്മ പഠിച്ച സ്കൂൾ, കോളേജിൽ ലോയറായി പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ, ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് പേരെ തെളിവിനായി നിർത്തി. എന്നിട്ടൊരു ചെറിയ തിയറി പറഞ്ഞു. അങ്ങനെ കേൾക്കാൻ വളരെ വിചിത്രമായി തോന്നുന്ന അവർ പറഞ്ഞ ആ തിയറി ഇതാണ്. അസുന്തയുടെ അമ്മ നന്നായി സംസാരിക്കുകയും നല്ല വ്യക്തിയെ പോലെ കാണപ്പെടുകയും ചെയ്താലും സന്തോഷിക്കുന്നവരെ കണ്ട് അസൂയപ്പെടുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അവർ അസുന്തയെ ദത്തെടുത്തതിന് ശേഷം തുടക്കത്തിൽ അവളെ നന്നായി തന്നെയായിരുന്നു നോക്കിയത്. എന്നാൽ വർഷങ്ങൾ പോകുന്തോറും ഒട്ടേകയ്ക്ക് ഇതിനകം ഉണ്ടായിരുന്ന രോഗം വീണ്ടും മോശമാകാൻ തുടങ്ങി. അവൾ നല്ല സമ്പന്നയായിട്ട് കൂടിയും ഈ സമ്പത്തൊന്നും തനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയതിനാലും അവളുടെ വിവാഹ ജീവിതം തകർന്നതിനാലും അവളുടെ അവിഹിത കാമുകൻ അവളെ ആശുപത്രിയിൽ കാണാൻ വരാത്തതിനാലും അസുന്തയുടെ അമ്മയായ ഒട്ടകയ്ക്ക് വല്ലാത്ത ദുഃഖം നൽകി. താൻ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഏതൊരു സന്തോഷവും അനുഭവിക്കാതിരിക്കുമ്പോൾ എവിടെ നിന്നോ ദത്തെടുത്തു കൊണ്ടുവന്ന അസുന്ത മാത്രം ഈ സമ്പത്ത് മുഴുവനും ആസ്വദിക്കുകയാണ്. ഇത് കണ്ട് അവളോടൊരു അസൂയ തോന്നാൻ തുടങ്ങി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സമ്പത്തെല്ലാം എവിടെയോ ആർക്കോ ജനിച്ച അസുന്തയിലേക്കല്ലേ പോവുക എന്ന് ആ ഒരു അസൂയ ഉച്ചസ്ഥായിലെത്താൻ തുടങ്ങി. അങ്ങനെ അസുന്തയോട് സംസാരിക്കാതെയായി, അവളോട് സമയം ചിലവഴിക്കാതെയായി, അവളെ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അവൾക്ക് അസുന്തയോടുള്ള അസൂയ കാരണം ഒരു പദ്ധതിയിട്ട് അമ്മ തന്നെ കൊന്നിട്ടുണ്ടാകും എന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വാദിച്ചു. കൂടാതെ അസുന്ത മരിച്ചതിന് ശേഷം ഒരു വലിയ എമൗണ്ട് അസുന്തയുടെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും അവളുടെ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇതിലൂടെ ഒട്ടേക ചെയ്ത ഈ ഒരു കൊലപാതകത്തിനെ സഹായിച്ചാൽ തനിക്ക് അവളുടെ പക്കൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കും എന്ന് കരുതി അസുന്തയുടെ അച്ഛനും ഇതിനെല്ലാം സമ്മതിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് അദ്ദേഹവും സമ്മതിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു ആർഗ്യുമെന്റ് അങ്ങനെ ക്ലോസ് ചെയ്തു. എന്നാൽ ഇതൊരു തിയറി മാത്രമായതുകൊണ്ട്, പ്രോസിക്യൂഷൻ സൈഡിൽ വെച്ച തെളിവുകൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ടും കോടതി അസുന്തയുടെ അച്ഛനും അമ്മയ്ക്കും പണിഷ്മെന്റും നൽകി. ഇതിനുശേഷം കൃത്യം ഒരു 5 വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് 2020 നവംബർ മാസത്തിൽ അവളുടെ അമ്മ ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവളോടൊപ്പം തന്നെ അസുന്തയെ എന്തിനു കൊന്നു എന്നുള്ള ആ ഒരു സത്യവും മണ്ണോട് മണ്ണായിപ്പോയി. ഒരുപക്ഷെ അതിനുള്ള കാരണം ഇപ്പോൾ ജയിലിലുള്ള അസുന്തയുടെ അച്ഛനൊന്ന് മനസ്സ് മാറി പറഞ്ഞാൽ മാത്രമേ പുറത്തറിയാനും സാധിക്കുകയുള്ളൂ.
ഇപ്പോൾ ഈ ഒരു കേസിൽ വളരെ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, യാതൊരു താങ്ങും തണലുമില്ലാത്തൊരു കുഞ്ഞ്, ആ കുഞ്ഞ് ചൈനയിൽ വളർന്നിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് അവൾ ജീവനോടിരിക്കുമായിരുന്നു. എന്നാൽ അവളെ ദത്തെടുത്ത് വളർത്താനായി സ്പെയിനിലേക്ക് കൊണ്ടുവരികയും അവളുടെ മാതാപിതാക്കൾ തന്നെ അവളെ കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. ഈ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് റിലീസായി. ദ അസുന്ദ കേസ് എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. അസുന്ദയെ കൊന്നത് അവളുടെ അച്ഛനും അമ്മയും ചേർന്നായിരിക്കുമോ, അല്ലെങ്കിൽ ഇവരാരും പറയാത്ത മറ്റൊരു രഹസ്യ കാരണം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.